പഴയ കാലങ്ങളിൽ നമ്മുടെ നെൽപ്പാടങ്ങളിൽ കൃഷിക്ക് ഉപയോഗിച്ചിരുന്ന പമ്പ് എന്ന് പറയും. ഇന്ന് ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ലായിരുന്ന കാലമല്ലേ. അപ്പോൾ അന്ന് മോട്ടറുകളൊന്നും വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അന്ന് കാലങ്ങളിലെ ആൾക്കാർ ഇപ്പോഴും ചിലയിടത്തൊക്കെ കാണുമായിരിക്കും, ഇപ്പോൾ കൃഷിയെടുത്ത് വെള്ളം ഉപയോഗിച്ചിരുന്ന ഒരു ഉപകരണമാണ് ഇത് ചക്രം എന്ന് പറയുന്നത്. ഈ ചക്രം ചെറുതുണ്ട് വലുതുണ്ട് പല രീതിയിലുള്ള, അതിൻ്റെ നമ്മുടെ കപ്പാസിറ്റി അനുസരിച്ച് അതിന് വലുപ്പവും കൂടും അതിന് ഉപയോഗം കൂടും. എനിക്ക് ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു, അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ എനിക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഈ ചക്രം കണ്ടപ്പോൾ ഒരു വീഡിയോ എടുക്കണമെന്ന് തോന്നി. ഇതുണ്ട്, ഈ ചക്രം ഇതുപോലെ ഇങ്ങനെ കറങ്ങുമ്പോൾ വെള്ളം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും, മുമ്പിലേക്ക് കയറിക്കൊണ്ട്. പക്ഷേ ഇതിൻ്റെ കുറേ പാർട്സുകൾ മിസ്സിങ് ആണ്. ഇതുണ്ട് ഈ പാടത്തിൻ്റെ ഒരു കൈവഴി, കാരണം തോടുകളാണ്, കൈവഴിയിലെ തോടുകളെന്ന് പറയും. വലിയ തോടും ചെറിയ തോടുകളും ഒക്കെ ഉണ്ട്. അത് ചെറിയ തോട്ടിലേക്ക് വെച്ചിട്ട് നമ്മുടെ പാടത്തിൻ്റെ ബോർഡറിലാണ് ഇത് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ഇതുണ്ട്, അതിൻ്റെ പേര് മറന്നുപോയി, ഒരു പാത്തി പോലെ തടി കൊണ്ട് അതിൻ്റെ അകത്താണ് ഈ ചക്രം ഫിക്സ് ചെയ്യുന്നത്. അപ്പം വെള്ളം റിട്ടേൺ വരികയില്ല, അങ്ങോട്ട് പൊക്കോണ്ടിരിക്കും, ചവിട്ടിക്കൊണ്ടോ ഇങ്ങനെ. ഇതാണ് നമ്മുടെ പഴയ മോട്ടർ. ഇതെങ്ങനെ കറക്കി കാണിക്കുന്നത് ഞാനിപ്പം കാണിച്ചു തരാം. ഇത് നമ്മളിങ്ങനെ നിലയുണ്ട്, ഇത് ചെറിയ മോട്ടറാണ്, ആ നില കയറിയിരിക്കുകയാണ്. ഈ ചക്രം വലിയ ചക്രങ്ങളാണെങ്കിൽ നില 3-4 നിലയും 2-3 പേര് ചവിട്ടണം, കാരണം നല്ല ആയാസപ്പെട്ടുള്ള ജോലിയാണിത്. ഇത് എന്നാ ഹൈറ്റിൽ ആണെങ്കിൽ ഇങ്ങനെ പൊക്കിയിരിക്കും. ഇത് സിംഗിളാണ്. അപ്പോൾ ഞാൻ ഇത് ചവിട്ടുന്നത് കാണിച്ചു തരാം. ഈ ലീഫിൻ്റെ സൈഡിലേക്ക് ചവിട്ടും, അടുത്ത ചവിട്ടും, ഇങ്ങനെ ചവിട്ടിക്കൊണ്ടിരിക്കും. നല്ലൊരു എക്സർസൈസാണ്. പിടിക്കാനുള്ളൊരു കമ്പോർഡ് ഫ്രണ്ടിലുണ്ട്, അപ്പോൾ അതേ പിടിച്ചിട്ടാണ്, അല്ലാതെ നമ്മൾ താഴെ പോകും. അതൊക്കെ ഇതിപ്പോൾ ഇത് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നിടത്ത് അവർ മിസ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇത് റിട്ടേൺ വരാൻ പറ്റത്തില്ല, ചക്രം റിട്ടേൺ വരികയല്ല, ഒരേ ഇതിൽ തന്നെ ചവിട്ടി പോകുമ്പോൾ വെള്ളം ഇങ്ങനെ കയറി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇതിൻ്റെ ബാക്കി പാർട്സ് ഉണ്ടോ നമുക്കൊന്ന് തപ്പി നോക്കാം. നമുക്ക് ഇതുണ്ട്, ഇതുപോലെ ഇത് പലകയല്ല വരുന്നത്, നല്ല ക്ലിയറായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നൊരു പാത്തിയാണ്. ഇത് വെറുതെ ഒരു പലക കഷ്ണമുണ്ട്, ഇതുപോലെ ഇരിക്കും. അതെയും നമ്മുടെ ഈ ചക്രം പോലെ തന്നെ നല്ല രസമായിട്ട് അതിൻ്റെ അകത്ത് ടൈറ്റായിട്ടാണ് ഇതിൻ്റെ ലീഫ് ഇരിക്കുന്നത്. അപ്പം നമ്മൾ വെള്ളം അങ്ങോട്ട് തള്ളി വിട്ട് കഴിയുമ്പോൾ അത് മുമ്പോട്ടങ്ങ് പോയി കഴിയുമ്പോൾ തിരിച്ച് റിട്ടേൺ കറക്കിയാൽ മാത്രമേ പറ്റുള്ളൂ. അത്ര ടൈറ്റായിട്ട് നമ്മളൊരു വാഷറൊക്കെ നിൽക്കുന്ന പോലെ ഇരിക്കുന്നത്. നല്ല കാതുള്ള തടികളാണ്, കാരണം വെള്ളത്തിൽ ഒരു രീതിയിലും മോശം വരാത്ത രീതിയിലുള്ള തടികൾ ആണ് അതിൻ്റെ കാതൽ തടികൾ. ഇതിന് ഇതിൻ്റെ ലീഫിന് വലിയ കട്ടിയൊന്നുമില്ല. ഇതുകൊണ്ട് ഈ നെൽപ്പാടത്തിൻ്റെ വരമ്പെന്ന് പറയും, ഇതിൻ്റെ ബോർഡർ ഇടയ്ക്ക് വരുന്നത്. ഇതിലാണ് കൂടുതലും ചെറിയ ഈ ചക്രങ്ങൾ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ ഇത്, അപ്പോൾ ഇത് നമ്മൾ വെള്ളം അടിച്ച് കയറ്റി കഴിയുമ്പോഴത്തേക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ ബേസിൻ്റെ അവിടെ ഒരു പലകഷ്ണം ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അടിച്ച് കയറിയ വെള്ളം റിട്ടേൺ വരികയില്ല, അതവിടെ തന്നെ നിൽക്കും. അങ്ങനെ ഒരു ഉപകരണം ഇതിലുണ്ട്. അതൊന്നും ഇതിലില്ല. ജനങ്ങളെല്ലാം ഇത് നമ്മുടെ കാഴ്ചക്കാർ വരുന്നവരെല്ലാം ഇത് കറക്കുന്നുണ്ട്. കൂടുതൽ പേർക്കും ഇത് എന്താണെന്നറിയാത്ത പുതിയ തലമുറക്ക് അറിയത്തില്ലായിരിക്കും ഇതൊക്കെ. എങ്കിലും നമ്മുടെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പൂർവികർ എന്ത് കഷ്ടപ്പെട്ടാണ് കൃഷി ചെയ്തിരുന്നതെന്ന് മനസ്സിലാക്കാം. അവരുടെ കഷ്ടപ്പാടിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കാനും. ഇന്നിപ്പം ആധുനിക രീതിയിലേക്ക് ഓരോ ഭരണം വരുമ്പോൾ നമ്മളിതൊക്കെ മറന്നുപോയി ഇരിക്കുകയാണ്. ഈ സിസ്റ്റം തന്നെയാണ് മോട്ടറിലുള്ളത്. അപ്പം ബൈ, സി യു.